ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ PA വിഭവ് കുമാറിനെ ചോദ്യം ചെയ്യാനൊരുങ്ങി ഡൽഹി പോലീസ്. മർദ്ദിച്ചെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി MP സ്വാതി മാലിവാൾ നൽകിയ പരാതിയിൽ വിഭവിനെതിരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത്. ഇന്ന് വനിതാ കമ്മീഷന് മുമ്പാകെ ഹാജരാകാനും വിഭവിന് നിർദ്ദേശം വന്നിട്ടുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് നിതിൻ, വിശദാംശങ്ങൾ. ഈ ആം ആദ്മി പാർട്ടിക്കാരിയെ തന്നെ ആക്രമിച്ചു എന്ന് വരുന്നത് ഈ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. എന്താണ് പ്രശ്നം? SKN സൂചിപ്പിച്ച പോലെ തന്നെ ആം ആദ്മി പാർട്ടി അടക്കം വലിയ പ്രതിരോധത്തിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം ഇതിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയും ഇപ്പോൾ രംഗത്തുണ്ട്. ഏതായാലും ഗുരുതരമായ ഒരു പരാതിയാണ് സ്വാതി മലിവാൾ നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയ സ്വാതി മലിവാൾ നേരെ അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാർ ഇത്തരത്തിൽ മർദ്ദിച്ചു. അത് വടികൊണ്ട് മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ വയറ്റിലടക്കം മർദ്ദിച്ചു, പിന്നീട് ചവിട്ടുകടക്കം ചെയ്തു എന്നാണ് ഗുരുതരമായ പരാതി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ഔദ്യോഗികമായ പരാതി സ്വാതി മലിവാൾ നൽകിയിരുന്നില്ല, മറിച്ച് PCR-ൽ പോലീസിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്നലെയാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട മൊഴി പോലീസ് നൽകിയത്. ഏതാണ്ട് 4 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിൽ വിശദമായി തന്നെ സ്വാതി മലിവാൾ അന്നത്തെ അതിക്രമം നേരിട്ട കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. ഇതിനു പിന്നാലെയാണ് പോലീസ് വിഭവ് കുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഡൽഹി പോലീസ് വിഭവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ ഉള്ള നടപടിയിലേക്ക് സ്വീകരിക്കും. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇതിനെ തന്നെ ഡൽഹി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വിഭവ് കുമാറിനെതിരെ കേസെടുക്കുകയും അതിനുശേഷം ഇപ്പോൾ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും സ്ത്രീത്വത്തെ അപമാനിക്കൽ അതോടൊപ്പം തന്നെ അതിക്രമം അടക്കമുള്ള വിവിധ വകുപ്പുകൾ ചേർത്താണ് ഇത്തരത്തിൽ ഇപ്പോൾ വിഭവ് കുമാറിനെ കേസെടുക്കുകയും ഇനിയുള്ള മണിക്കൂറുകൾ പക്ഷേ ഇന്ന് തന്നെ ചോദ്യം ചെയ്യടക്കമുള്ള നടപടിയിലേക്ക് എന്തായാലും ഡൽഹി പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഈ വിഷയത്തിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തേടിയിരുന്നു. 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഡൽഹി പോലീസ് മേധാവിക്ക് വനിതാ കമ്മീഷൻ നൽകിയ നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇന്ന് 11 മണിക്ക് വിഭവ് കുമാറിനോട് ഹാജരാകണമെന്നും വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്നും ഡൽഹിയിൽ ഇപ്പോൾ ചൂടുപിടിക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇതിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരമൊരു അതിക്രമം നേരിട്ട സ്വാതി മലിവാളിനൊപ്പമാണ് പാർട്ടി എന്ന നിലപാടാണ് സഞ്ജയ് സിംഗ് ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. SKN. താങ്ക് യു. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും നമ്മോട് സംസാരിച്ചത്.